ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഇന്നു മുതൽ നമ്മൾ ഇടാൻ പോകുന്ന നമ്മുടെ അലീനയുടെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഥ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണൂല്ലേ? ഫസ്റ്റ് എപ്പിസോഡ് സൂപ്പർ അല്ലായിരുന്നു. തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകളെയൊക്കെ ഈറൻ അണിയിച്ച് കാണും. നമുക്കൊരു ചെറിയ സങ്കടമൊക്കെ വന്ന് കാണുമായിരിക്കും. ഏതായാലും കണ്ടിട്ട് വലിയ തരക്കേടില്ലാതെ നല്ല റേറ്റിംഗിൽ പോകുന്ന കഥയാണെന്ന് തോന്നുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ജോയിസിയുടെ കഥകളൊക്കെ അങ്ങനെയാണ്. നോവലുകളാണ്, പുള്ളിക്കാരൻ നോവലുകളാണ് പരമ്പരയാക്കി മാറ്റാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മുടെ ജോയ്സിയുടെ കഥകളൊന്നും അങ്ങനെ വെറുതെ ആയി പോയിട്ടില്ല. ഒരുപാട് കഥകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അത് പരമ്പരകളാക്കിയിട്ടുണ്ട്. അതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ റേറ്റിംഗിൽ പൊക്കോണ്ടിരുന്ന ഒരു കഥയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കറക്റ്റ് ഒരു 7 മണിക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഒരു കഥ ഇട്ടിരിക്കുന്നത്. അപ്പം കറക്റ്റ് 7 മണിക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനും സൗകര്യപ്രദമൊക്കെ ആണല്ലോ. അപ്പൊ ഏതായാലും ഞാൻ ഇനി പറഞ്ഞ് ബോറാക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും നമ്മുടെ അലീനയുടെ വിശേഷമൊക്കെ കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും. ഇപ്പൊ അലീന മാത്രമേ വന്നിട്ടുള്ളൂ. അലീനയുടെ നായകനും ഇനി വരാനിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രിജിറ്റ അമ്മ, ഏതായാലും പുള്ളിക്കാരിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ഈ ഒരു കഥ കണ്ടത്. ഒരു അനാഥാലയമാണ്. ആ ഒരു അനാഥാലയത്തിലെ അന്തേവാസികളായ 36 പേരെ സംരക്ഷിച്ചു വരുന്ന ഒരാളാണ് നമ്മുടെ ബ്രിജിറ്റമ്മ. നല്ലൊരു മനസ്സിനുടമയാണ്. അപ്പം ആ ഒരു രീതിയിലാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം പെട്ടെന്ന് ഒരു രോഗമൊക്കെ വന്ന് പുള്ളിക്കാരിക്ക് രോഗം വന്നതുകൊണ്ട് ഈ അനാഥാലയം പിരിച്ചു വിടുകയാണ് കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്തു നോക്കണം, ഇത്രയും നാളും ഒരുമിച്ച് താമസിച്ച അവര് പിരിഞ്ഞു പോവാ. ഇതൊരു കഥ മാത്രമല്ല, നമുക്കിപ്പം ഓൾറെഡി നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു അനാഥാലയം ഉണ്ടല്ലോ. നമ്മുടെ ബ്രിജിറ്റാമ്മേനെ പോലെയൊന്നും അല്ല. ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് ഇത് പറയുന്നില്ല. അപ്പൊ ആ ഒരു അനാഥാലയത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം അവിടത്തെ കുറച്ച് പെൺകുട്ടികളെ മാറ്റി പാർപ്പിച്ചു. അതും പലയിടങ്ങളിലൊക്കെ ആയിട്ടാണ് മാറ്റി പാർപ്പിക്കുന്നത്. ഇവർ ഈ മാറ്റുമ്പോഴത്തേക്കും ഒരു ഓർഫനേജില് ഇത്രയും പിള്ളേരെ ഒറ്റയടിക്ക് എടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായിട്ട് ഇവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, അത്രയും നാളായിട്ട് ഒരുമിച്ചിരുന്നവരിങ്ങനെ മാറി പോകുമ്പോൾ ഉള്ള അവസ്ഥയൊക്കെ. ഏതായാലും ആ ഒരു അവസ്ഥയൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അലീന പോകുന്ന സ്ഥലവും കുറച്ച് ബുദ്ധിമുട്ടുകളും ക്രൂരതകളും ഒക്കെ സഹിക്കേണ്ടി വരുന്ന സ്ഥലത്തേക്കാണ്. അപ്പൊ നാളത്തെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ബ്രിജിറ്റാമ്മയുടെ ഒരു അസുഖമൊക്കെ അറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും. അത് ബ്രിജിറ്റാമ്മയും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി ചികിത്സയൊക്കെ നല്ല രീതിയിൽ നോക്കാനൊന്നും താല്പര്യപ്പെടുന്ന ആളല്ല. ദൈവം തന്നെ എപ്പോൾ വിളിക്കുന്നോ അപ്പം ഞാൻ പോകും എന്ന് തന്നെയാണ് പുള്ളിക്കാരി പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ അലീനയും അവിടെയുള്ള അന്തേവാസികളൊക്കെ പറയുന്നുണ്ട്, ഒരിക്കലും അങ്ങനെ പറയരുത്. ഞങ്ങളുടെ ബ്രിജിറ്റാമ്മേനെ ഞങ്ങൾക്ക് ഇനിയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അസുഖം വെച്ചോണ്ട് പോകരുത്. അപ്പൊ അലീനയൊക്കെ കാല് പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീനയോട് പറയുന്നുണ്ട്, ഇനിയിപ്പം ഈ മമ്മിക്ക് എത്ര നാൾ ആയുസ് കാണും? കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 കൊല്ലം പോലും തികച്ച ആയുസ് കാണില്ല. എൻ്റെ മക്കളെല്ലാം അനാഥയായി പോകരുത്. അതിനു മുമ്പ് എനിക്കിനിയിപ്പം വേറൊന്നും, എൻ്റെ അസുഖമൊന്നും അല്ല ഞാനിപ്പം നോക്കുന്നത്. എൻ്റെ അസുഖത്തിനൊക്കെ പ്രധാനമായിട്ടും എനിക്കിപ്പം വേണ്ടത് എൻ്റെ ഈ ഒരു കുടുംബത്തിലെ എല്ലാവരെയും സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ 36 പേരിൽ 35 പേരെയും എനിക്ക് ഇവിടുന്ന് പിരിച്ചു വിടണം. ഈ 36 എന്നുള്ളത് നമ്മുടെ ബ്രിജിറ്റമ്മേനെ കൂടെ കൂട്ടിയാണ് ഈ 36 പേര് കേട്ടോ. ഈ 36 പേര്, ബാക്കി 35 പേരെയും പിരിച്ചു വിടണം. വെവ്വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റണം. നമ്മുടെ അലീനയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. സത്യത്തിൽ അലീന എല്ലാത്തിനും അലീന ഇങ്ങനെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. വേറൊന്നും മുമ്പിൽ കാണാതെ, തന്റെ ജീവിതം ഒന്നും മുമ്പിൽ കാണാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈ ബ്രിജിറ്റമ്മേനെ പോലെ തന്നെ ഇറങ്ങി തിരിച്ച ഒരു പെൺകുട്ടി തന്നെയാണ് നമ്മുടെ അലീന. അലീനയ്ക്കും കുറെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അലീനയെ സ്വന്തം അച്ഛനും അമ്മയും ഉപേക്ഷിച്ചതാണ്. അങ്ങനെയാണ് അലീന അവിടെ എത്തിപ്പെടുന്നത്. അലീന അവിടെ എത്തിപ്പെട്ടു. ഏതായാലും അലീന അവിടെ വന്നത് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ്. അങ്ങനെയാണ് അലീനയെ, അതും വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് അലീന അവിടെ വന്ന് നമ്മുടെ ബ്രിജിറ്റമ്മയുടെ കൂടെ കൂടിയത്. അതുപോലെ തന്നെ അവിടെയുള്ള പല കുട്ടികളും ചെറുപ്പത്തിൽ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നൊരു കുഞ്ഞി ചിഞ്ചുമോൾ എന്നാന്ന് തോന്നല്ലോ ഒരു കുഞ്ഞിക്കൊച്ചിന്റെ പേര്, ഒരു കുഞ്ഞിക്കൊച്ചില്ലേ, ആ ഒരു പ്രായത്തിൽ തന്നെയാണ് നമ്മുടെ ബ്രിജിറ്റമ്മയുടെ അടുത്ത് അലീനയും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കുറെ അമ്മമാരൊക്കെ ഉണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രിജിറ്റമ്മേനെ എല്ലാവരും ഒരു രോഗകാരിയായിട്ട് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ അവരെ ഒന്നും നിരാശപ്പെടുത്താതെ ബ്രിജിറ്റമ്മ നല്ല രീതിയിൽ തന്നെ അവരോട് സംസാരിക്കുകയും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അറിയാം താൻ മരിക്കാൻ പോവുകയാണ്, തനിക്കിനി വളരെ കൂടുതലൊന്നും ദിവസങ്ങളില്ല എന്നിങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് തന്നെ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പ് എനിക്ക് എൻ്റെ മക്കളെ എല്ലാം സേഫ് ആക്കണം, എൻ്റെ അമ്മമാരെയും എൻ്റെ മക്കളെ എല്ലാം സേഫ് ആക്കണം. അങ്ങനെയാണ് അലീനയാണ് അവിടെ കുറച്ച് പക്വതയും അതുപോലെ കാര്യപ്രാപ്തിയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് കേട്ടോ.
അപ്പം എല്ലാവരെയും നല്ല രീതിയിൽ നോക്കാനായിട്ട് നമ്മുടെ ബ്രിജിറ്റമ്മേനെ പോലെ ഒരു കഴിവുള്ള ഒരു കുട്ടി തന്നെയാണ്. അതുപോലെ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. എല്ലാവരെയും നോക്കുവാനും അംഗീകരിക്കാനും പാവങ്ങളുടെ പാവങ്ങൾ അറിയുവാനും മനുഷ്യത്വമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഈ അലീന. അപ്പൊ അതുകൊണ്ട് തന്നെ അലീനയെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കണം നമ്മുടെ ബ്രിജിറ്റാമ്മയ്ക്ക്. ഈ ബ്രിജിറ്റാമ്മയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ പുള്ളിക്കാരിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അലീനയെ വിളിച്ചിട്ട് മാറ്റി കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് വന്നപ്പം മുതൽ നമ്മുടെ അലീന വന്നപ്പം മുതലുള്ള കഥ അപ്പൊ പറയുന്നുണ്ട് കേട്ടോ. ഈ ബ്രിജിറ്റമ്മ പറയുന്നുണ്ട്, കൊച്ചുകുട്ടി ആയപ്പോൾ മുതൽ എൻ്റെ കയ്യിൽ കിട്ടിയതാണ് നിന്നെ. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. വേറൊന്നുമല്ല, ഒരു ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികളെ നോക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അമ്മമാരെ എല്ലാവരെയും പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു വിടുകയാണ്. ഒരിക്കലും ഒരു സ്ഥലങ്ങളിൽ ഇവരെ ആരെയും എടുക്കില്ല. കാരണം ഒരു ഒരു എന്താ പറയാ, ഒരു അനാഥാലയത്തിൽ നിന്ന് മറ്റൊരു അനാഥാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു 2 or 3 പേരെ ഒരുമിച്ചെടുക്കുള്ളൂ. അതായത് അഡ്മിഷൻ കിട്ടാൻ കുറച്ച് പാടായി അനാഥാലയത്തിലൊക്കെ. കാരണം അവരുടെ ഫുഡ് എല്ലാം നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എത്ര പേർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും, എത്ര പേർക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ബ്രിജിറ്റമ്മ പറയുന്നത് പല ഇടങ്ങളിലായിട്ടാണ് ഇവർ താമസിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ആർക്കാ, അലീനയ്ക്ക് ഒരു വീട്ടില് നിൽക്കാനുള്ള ഒരു സൗകര്യമാണ് നമ്മുടെ ബ്രിജിറ്റമ്മ ഒപ്പിച്ചു കൊടുക്കുന്നത്. ആ വീട്ടുകാരുമായിട്ട് നമ്മുടെ അലീനയ്ക്കൊരു ബന്ധമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ കഥയിലുണ്ട് കേട്ടോ. അതൊക്കെ ഞാനിപ്പോ പറയുന്നില്ല. അപ്പം ആ വീട്ടുകാരുമായിട്ട് അലീനയ്ക്കൊരു ബന്ധമുണ്ട്. അത് നമ്മുടെ ബ്രിജിത്താമ്മയ്ക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ആ വീട്ടുകാരുമായിട്ട് അലീനയ്ക്ക് എന്താണ് ബന്ധമെന്ന് അതൊക്കെ നമുക്ക് വരുന്ന വഴി അറിയാം. അപ്പൊ അങ്ങനെ ആണ് നമ്മുടെ അലീന പോകുന്നത് ആ വീട്ടിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ അലീനയ്ക്ക് നേരിടേണ്ടി വരുന്ന കുറേ ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രയാസങ്ങളും, ഒരു നേരത്തെ ആഹാരം പോലും നല്ല രീതിയിൽ കഴിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ അലീനയ്ക്ക് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കഥയിലേക്ക് ഇനി അങ്ങോട്ട് ഉടനീളം ഉള്ളത്. ഇതിനിടയിൽ നമ്മുടെ അലീനയുടെ നായകന് അലീന കാണുന്നുണ്ട്. അതും ഇന്നും നാളെയൊക്കെ നാളത്തെ കഴിഞ്ഞൊക്കെ ആയിട്ട് തന്നെ നമ്മുടെ അലീന അവിടുന്ന് പോയി വേറെ വീട്ടിലേക്ക് നിൽക്കാൻ പോവുകയാണല്ലോ. അലീന ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലെ എല്ലാവരെയും നോക്കാനും ഒരു ഹോം നേഴ്സ് ആയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പള്ളി കാണുന്നു. ആ പള്ളി കയറി നമ്മുടെ അലീന പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് ഒരു ചെറിയ പ്രേമയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അതാണ് നമ്മുടെ നായകന്. അപ്പൊ നായകനൊക്കെ വരുന്നുണ്ട്. അലീനയുടെ സന്തോഷവും സങ്കടങ്ങളും അതുപോലെ തന്നെ അലീനയുടെ ജീവിത കഥയും ഒക്കെ നിറഞ്ഞ ഒരു കഥയാണ് നമ്മുടെ ഈ കഥ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. നമ്മൾ എന്നും ഇനി രാവിലെ അലീനയുടെ കഥയുമായിട്ട് ഫുൾ വിശേഷവുമായിട്ട് വിത്ത് ഡയലോഗ് സഹിതമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നമ്മുടെ ജിൽ ജിൽ ചിന്നുവില് രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ തന്നെ നയനയുടെയും ആദർശിന്റെയും കഥ ഇടുന്നത് പോലെ തന്നെ രാവിലെ നമ്മുടെ അലീനയുടെയും കഥയുമായിട്ട് ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്കമിങ് വിശേഷങ്ങളും പ്രമോ വിശേഷങ്ങളും നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മറക്കാതെ കാണുക. അടിപൊളിയാണ്, നല്ല കഥയാണ്, വെറൈറ്റി കഥയാണ്. നമ്മളൊക്കെ ഒരുപാട് ഈ അമ്മായിയമ്മ പോരും അതുപോലെ തന്നെ കെട്ടിയോളും തമ്മിൽ കുറച്ച് നാൾ പിണങ്ങിയിരിക്കുന്നു, പിന്നെ മിണ്ടുന്നു, അങ്ങനെയുള്ള കഥകളൊക്കെ സത്യമായിട്ടും കണ്ടുകെട്ടും അടുത്തു നിങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു നല്ലൊരു കഥയാണ് കേട്ടോ. അപ്പൊ കാത്തിരിക്കുക. അപ്പൊ നെക്സ്റ്റ് വിശേഷമായിട്ട് കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.